എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇതാ കാത്തിരുന്ന് നമ്മുടെ ആ സ്പെഷ്യൽ ഡേ വന്നെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് പാത്തുക്കുട്ടനെ ഒന്ന് ചെറുതായിട്ട് ഒരുക്കാമെന്ന് വിചാരിച്ചു. അവൾക്കിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവളുടെ സ്പെഷ്യൽ ഡേയുടെ അന്ന് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണേ. അപ്പോൾ ഇതാണ് കേട്ടോ പാത്തുക്കുട്ടൻ്റെ ഡ്രസ്സ്. ഉടുപ്പൊക്കെ ആയിട്ട് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളാകെ അങ്ങ് മാറിപ്പോയേ. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ വൈകിട്ടുണ്ട് കേട്ടോ. 7 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് പോയിട്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് ധൃതി പിടിച്ചാൽ പോയത്. എന്നാലും നമ്മളവിടെ എത്തിയപ്പോൾ 7:10. ഭാഗ്യത്തിന് അങ്ങനെ അധികം ആളൊന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ വന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് മുതലുള്ള വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. എല്ലാം കൂടെ തിരക്ക് പിടിച്ച് ചെയ്തപ്പം റൂം സെറ്റാക്കണം, അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ ഓരോരോ കാര്യങ്ങൾ സെറ്റാക്കണം. ഓരോ ദിവസം ഞങ്ങൾക്ക് ഓരോരോ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് ആക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. പിന്നെ ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ആക്കിയത്. കാരണം എനിക്ക് ഒരുപാട് സമയം അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത് താഴെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 1.5 മുതൽ 2 kg ഇടയ്ക്കുള്ള കേക്കായിരുന്നേ. കേക്കിൻ്റെ ബേസ് ഞാൻ 12 ഇഞ്ചിൻ്റെ ആണ് എടുത്തത്. അപ്പോൾ കേക്ക് 10 ഇഞ്ചിൻ്റെ ആയിരുന്നു താഴത്തെ കേക്ക്. അതിന് മുകളിലായിട്ട് ഞാനൊരു ഡമ്മിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറകൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഈ ഒരു സ്റ്റാൻഡ് എസെൻഷ്യലാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡമ്മിയിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു മെഷീൻ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്തുക്കുട്ടൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു ഷേപ്പ് ഹാർട്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ഫോട്ടോയൊക്കെ കട്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റിങ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലും ഒരു കേക്ക് വരുന്നുണ്ട്. ഏകദേശം 1 കിലോയുടെ ഇതിൽ വെയിറ്റിൽ വരുന്നതാണ്. അപ്പം രണ്ടും ഞാൻ ഫ്ലേവർ മിൽക്കി നട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു വേർഷനാണ് മിൽക്കി നട്ട്സിൻ്റെ. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ കേക്കിൽ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ക്രീമിൻ്റെ മാത്രം പണികൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നു. ഡമ്മിയിലുള്ള എല്ലാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ മെയിൻ പണികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു തീമായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഈ ഒരു കേക്കിൻ്റെ ഇതോ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ബട്ടർഫ്ലൈ തീമിൽ സ്റ്റേജ് ഡെക്കറേഷനും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കേക്കിൽ ബട്ടർഫ്ലൈസ് ഒക്കെ ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനുണ്ടായിരുന്നു. ഷുഗർ ബീഡ്സ് ഒക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പണികളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം ആഷിഖ് ഉണ്ടായിരുന്നു, കൃഷ്ണൻ ഉണ്ടായിരുന്നു, അതുപോലെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഓൾമോസ്റ്റ് എല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവർ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ മുകളിലുള്ള കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഫിനിഷ് ചെയ്തു. അത് നമ്മൾ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പം. ഒരുപാട് സന്തോഷം. എല്ലാം ഒന്ന് സെറ്റ് ആവുന്നിടം വരെ നല്ല ടെൻഷനായിരുന്നു. കാരണം ഇത്രയും വലിയൊരു കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ലെയർ കേക്കാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഞാൻ ഇന്ന് വരെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിലൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരുപാട് പേര് കൂടുമ്പോൾ നമ്മളെ എന്താ പറയുക, ടേസ്റ്റ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എല്ലാം മറ്റുള്ളവർ അനലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഞാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും പാളിപ്പോകാറില്ല. എങ്ങനെയൊക്കെ എനിക്ക് ഒത്തു വരാറുണ്ട്. ലക്കാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കേക്കിൽ 2 കളറായിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് ലാവൻഡറും മുകളിലായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലുമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നൈറ്റിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ലൈറ്റും ഒരു പാർട്ടി ലൈറ്റ് ആയിരുന്നു, ഡിം ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൽ കാണുന്നില്ല. മുകളിലത്തെ കേക്ക് ഞാൻ പ്ലെയിൻ വൈറ്റിലാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ കേക്കിനെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് സംസാരിക്കുന്നത് പാത്തുക്കുട്ടന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്ത ആപ്പാടെയുള്ള ഗിഫ്റ്റ് ഇതായിരുന്നു. കാരണം നമുക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ആവശ്യത്തിന് മറ്റൊരു സാധനം ഇല്ലായിരുന്നു. എല്ലാം നമ്മളല്ലാതെ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ഇത് മാത്രമാണ് അവൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഒരു ബട്ടർഫ്ലൈ തീമിലായിരുന്നു. നമുക്ക് ബേബി ഷവറിനും അതുപോലെ തന്നെ ബർത്ത്ഡേക്കും പറ്റുന്ന രീതിയിലുള്ള ഡെക്കറേഷനായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഹാഫ് പോർഷന് ബേബി ഷവറിനും ഹാഫ് പോർഷന് ബർത്ത്ഡേക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നേ. ഇതിപ്പോൾ നമ്മൾ ബേബി ഷവറിന് വേണ്ടി വാങ്ങിച്ച കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് ലുലുവിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം അവിടുത്തെ ഷെഫ് നമുക്ക് ആക്കി തരുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പുറത്തൊരു ടീമിനാണ് കേട്ടോ കൊടുത്തിരുന്നത് സ്റ്റേജ് ഡെക്കറേഷന്. അപ്പം അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാമേ. അപ്പോൾ അവർ നമുക്ക് ജെൻഡർ റിവീലിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഐഡിയാസ് തന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരെണ്ണമാണ് ഇത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വരാൻ തുടങ്ങി. പാത്തുക്കുട്ടൻ പാവ ഇവിടെ ഞാൻ വന്ന ഉടനെ ഒരു കസാരയിൽ ഇരുത്തിയേ. അവൾ അങ്ങനെ തന്നെ മൊബൈലൊക്കെ നോക്കി അവിടെ ഇരുന്നു.
ആയിരുന്നു. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കിയാണ്ടുണ്ടായിരുന്നു. കേക്കിലൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഡെക്കറേഷൻ്റെ സമയത്തൊക്കെ ഒന്ന് അവളുടെ കൈയൊന്ന് ഓടിച്ചില്ലെങ്കിൽ അവൾക്കൊരു സമാധാനമില്ല. അങ്ങനെ അവളും വന്നു ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നിൽക്കാനൊന്നും സമയമില്ല. ശരിക്കും ഞാൻ നല്ല ടയേർഡായിരുന്നു കേട്ടോ. കാരണം പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓരോ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും സെറ്റാക്കും. അപ്പോൾ പോകുന്നതിൻ്റെ അന്നും ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല ക്ഷീണം പിടിച്ചുപോയി. പക്ഷേ എന്തായാലും ഞാൻ ഉള്ളിൽ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാം നല്ല രീതിക്ക് തന്നെ ആയല്ലോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ, ഞങ്ങൾ എന്ത് പ്രോഗ്രാമും, അതായത് ഞങ്ങൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്, നാട്ടിലല്ല, ഇവിടെ ഓർഗനൈസ് ചെയ്യുന്ന എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്കും അതിനൊരു സ്പെഷ്യൽ പ്ലേസ് തരും. ഇപ്പോൾ എത്ര വയ്യാന്നുണ്ടെങ്കിലും എനിക്കതൊരു സന്തോഷമാണ്. ഇനി എത്ര വയ്യെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അത് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ എന്നെ മാറ്റി നിർത്തിയാലാണ് കേട്ടോ എനിക്ക് ഒരുപാട് സങ്കടമാവുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, പാത്തു ചെറുതാണെങ്കിലും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവളുടെ ഒരു പോർഷൻ അവളും ചെയ്യും. അപ്പം ഞങ്ങൾ 3 പേരും കട്ടയ്ക്ക് നിന്നാലേ ഒരു കാര്യം ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആരെയും മാറ്റിയൊന്നും നിർത്തത്തില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ഈ പ്രാവശ്യം എനിക്കുണ്ട്. കാരണം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് എന്താ പറയുക, അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ആളെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേശക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ MC ചെയ്തത് അബ്ദുൾ ഭായി ആയിരുന്നു. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പോർഷൻ എനിക്കത് മിസ്സായി പോയിട്ടുണ്ട്, ആ വീഡിയോ. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടു നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. പാത്തുക്കുട്ടനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാത്തുക്കുട്ടനെ കണ്ടിട്ടില്ല കേട്ടോ. ആൾ നല്ല കളിയും ഡാൻസും ഒക്കെ ആയിരുന്നു. അവളുടേതായിട്ട് ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരിടത്തും നിൽക്കില്ല കേട്ടോ. കാരണം മറ്റവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴും കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ ഫാമിലീസിൻ്റെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുവാണേ. അപ്പോൾ അവൾ അടങ്ങിയിരിക്കില്ല കേട്ടോ. അവളുടെ കൂട്ടുകാരുടെ കൂടെ അവൾക്ക് കളിക്കാൻ പോകണം. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് പോലും അവൾ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഫസ്റ്റ് നമ്മൾ എല്ലാ ഫാമിലി ആയിട്ട് വന്നവരുടെ കൂടെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. കാരണം നമുക്ക് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പിള്ളേരെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് കളിക്കാൻ വിടാമല്ലോ, ഇല്ലെങ്കിൽ അവരും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഓരോ ഫാമിലീസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് വന്ന ഗെസ്റ്റ് എല്ലാവരും നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലി പോലെയാണ്. കാരണം നമ്മുടെ എന്ത് സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. എനിക്കാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഒറ്റ ഫോൺ കോൾ മതി കേട്ടോ. അതിന് മുമ്പ് അവരിവിടെ എത്തിയിട്ടുണ്ടാവും. എന്ത് ഹെൽപ്പിനും അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഒരുപാട് പ്രാവശ്യം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. അപ്പം നമ്മളിത് ഏകദേശം ഒരു 40 മെമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ കമ്പനിയിലെ മാനേജറാണ്. ഇപ്പോൾ പാത്തു നിൽക്കുന്നുണ്ടോ? പാത്തുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് പാത്തുവിന് കളിക്കാൻ പോകണം. അപ്പം അവളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ കളിക്കുമല്ലേ, അവളെ മാത്രം നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ ആ ഒരു സങ്കടത്തിലും വിഷമത്തിലും ഒക്കെ നിൽക്കുവാണ്. മാനേജർ ആണെങ്കിൽ പോലും പലപ്പോഴും ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഇപ്പം നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും എപ്പോഴും പറയുന്ന ഇതാണ്, ഹെൽത്തൊക്കെ സൂക്ഷിക്കണം, ഈ സമയത്ത് സ്ട്രെസ്സൊന്നും എടുക്കരുത്, കൊച്ചിനെ ഇതായിട്ട് സേഫായിട്ട് ആക്കണം, അങ്ങനെയൊക്കെ ഹസ്ബൻഡിനോടും പറയും. ഹസ്ബൻഡിനോട് പറയും എന്നെ ടേക്ക് കെയർ ചെയ്യണം. അത്രയ്ക്കും കെയറിങ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എന്നെ കുറിച്ച് ആലോചിക്കുന്നത്, എന്നോട് നല്ലൊരു വാക്ക് പറയാനായിട്ടോ വിരലിലുണ്ടാവുന്ന ആൾക്കാർ
ആൾക്കാർ പോലും ഇല്ലായിരുന്നേ. അപ്പോൾ ആ ഒരു കേസിൽ ഇവരൊക്കെ ഇത്രയും നല്ലതായിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഇവരെയൊന്നും ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം നമ്മുടെ പ്രഗ്നൻസി ടൈം അത്രമാത്രം സ്പെഷ്യലാണ്. നമ്മൾ അന്നേരം നമ്മളോട് നല്ലതായിട്ട് സംസാരിച്ചവരെയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്തവരെ എല്ലാവരെയും നമ്മൾ മരണം വരെ ഓർത്ത് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇവരെനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ്. എൻ്റെ ഈ ഒരു ടൈം ഇത്രയ്ക്ക് ഹാപ്പി ആക്കിയത് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ ഫാമിലി പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രോഗ്രാംസ് വരുമ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്ന ആ ഒരു സന്തോഷമാണ്. ശരിക്കും നമ്മുടെ ഈ പാർട്ടിയുടെ ആ ഒരു ഫണ്ണും ആ ഒരു എന്താ പറയുക ആ ഒരു മൂഡൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു വോയിസ് ഒക്കെ കിട്ടണം. പക്ഷെ നമുക്ക് അത് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഡാൻസിൻ്റെയൊക്കെ ഷോർട്സായിട്ടൊക്കെ ഇടാം. അപ്പം അതിൽ നമുക്ക് ഷോർട്സിലാണെങ്കിൽ നമുക്ക് സൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ്. ഇത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും മിസ്സാക്കാത്തത് നാട്ടിലുള്ള നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് കാണാമല്ലോ എന്നുള്ള രീതിക്കാണ് കേട്ടോ. അവർക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവർക്കും ഇതിലൂടെ ഇത് കാണുമ്പം എന്താ അവർ പങ്കെടുത്ത പോലെ തന്നെയാണല്ലോ. അപ്പം ആ ഒരു രീതിക്കാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും മിസ്സാക്കാതെ തന്നെ ഇടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി. ഗിഫ്റ്റ് കിട്ടുന്നതിലുപരിയായിട്ട് എല്ലാവരുടെയും പ്രസൻസും അവരുടെ ഒരു വാക്ക് മതി കേട്ടോ നമുക്ക് നമ്മുടെ ആ ഒരു ദിവസം തന്നെ എന്താ പറയുക ബ്ലെസ്ഫുള്ളായിട്ട് മാറാനായിട്ട്. പാത്തുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ഇവിടെ തന്നെയാണ് നടത്തിയത്. പക്ഷെ നമുക്ക് ഡേ ടൈമാണ് കിട്ടിയത്. അപ്പോൾ കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാണ്. കാരണം ഒരു എന്താ പറയുക ആ ലൈറ്റിങ്സിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് ബ്ലറായ പോലെയൊക്കെ ഇരിക്കുവാണ്. ഡേ ടൈം ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എൻജോയ് ചെയ്യേണ്ടിയവർക്ക് നൈറ്റാണ് കേട്ടോ നല്ലത്. പിന്നെ ഈ ചൂട് സമയത്തായതുകൊണ്ട് ഉച്ചക്കത്തെക്കാളും അല്ലെങ്കിൽ പകലത്തെക്കാളും നല്ലത് നമുക്ക് നൈറ്റ് ടൈം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് കേട്ടോ. എല്ലാവരും കുഞ്ഞു പിള്ളേരടക്കം എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തേ. ഇപ്പോൾ പാത്തു എൻ്റെ സന്തോഷം എല്ലാ പ്രോഗ്രാം കഴിഞ്ഞില്ല എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ള ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. നല്ല സന്തോഷമായിരുന്നു. അപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്ത ഫുഡായിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പുറത്തൊന്നും വാങ്ങിക്കാമായിരുന്നു. അപ്പം ഒരുപാട് ടൈപ്സിലുള്ള സാലഡ്സും എന്താ പറയുക ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. സാലഡ്സ് തന്നെ ഒരു 3-4 ടൈപ്പ് ഉണ്ടായിരുന്നു. സമോസ അതുപോലെ ചാറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നേ. കുറച്ചും കൂടെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായിരുന്നു ഫുഡ്. ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതൊന്നും നല്ലതായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തു. അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിപ്പോയേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒറ്റ റൈസ് തന്നെ അത് ഒതുക്കിയിട്ടുണ്ട്. ഒരു ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നമുക്ക് മെനു ഒക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്താം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ആവശ്യപ്പെടുന്നവർ ചെയ്തു തരും. എന്തെങ്കിലും ആൾട്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. പിന്നെ കേരള സ്റ്റൈൽ ഫിഷ് കറിയും അതുപോലെ ചിക്കൻ കറിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരുപാടുള്ളതുകൊണ്ട് ഏതൊക്കെയാണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇത് ഫിഷ് കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഫിഷ് കറി പോലെയുണ്ട്. നല്ല ടേസ്റ്റായിരുന്നേ ഫുഡിനെല്ലാം. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതൊരു ഡെസേർട്ടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്തതാണെന്ന് തോന്നുന്നേ. എനിക്കാണെങ്കിൽ ഡെസേർട്ടിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയായിരിക്കും. ഡെസേർട്ട്സ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. കഴിക്കുന്നേക്കാളും കൂടുതലായിട്ട് എനിക്കതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ അവർ കുറച്ചും കൂടെ ഇന്ത്യൻ ഫുഡിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ചോക്ലേറ്റ് മൂസും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഈ പ്രാവശ്യം ഗുലാബ് ജാമുനും അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതാണ് ബേക്ക്ഡ് യോഗേർട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് മധുരമൊന്നുമില്ല, നല്ല രസമാണ് കേട്ടോ. അപ്പം ഇത് ജിലേബി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡെസേർട്ടിൽ സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സിലേക്ക് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് ജസ്റ്റേഷണൽ ഷുഗറുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റിലെല്ലാം പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പെട്ടെന്ന് വയ്യാതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ക്ഷീണം പോലെയൊക്കെ വന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഉണ്ടായിരുന്നു. തീരെ വയ്യായിരുന്നു. അപ്പം ഇത് നമ്മുടെ 7 കൂട്ടം പലഹാരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത സെക്ഷനിൽ കാണിക്കാമേ.
അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചോക്ലേറ്റ് പാത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അതേപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. അപ്പം ഇതൊരു കുനാഫ ചോക്ലേറ്റ് ആണ്. കുനാഫ ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാത്തിൻ്റെ ഫോട്ടോയും ഒരു കുറച്ച് താങ്ക്സ് ഗിവിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബേബി ഷവറിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ 7-ാം മാസത്തിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊന്നും നമുക്ക് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെറുതായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തതാണ്. അപ്പോൾ ബേബി ഷവറിൻ്റെയും ജെൻഡർ റിവീലിൻ്റെയും മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമേ, കാരണം ഇത് ഒരുപാട് ലെങ്തി ആയിപ്പോയി. അപ്പോൾ ഇതും അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും, കാണാനും ഒരു മടുപ്പായിരിക്കും. അപ്പം അതൊരുമിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അവിടെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഈ സമയം ഫുഡൊക്കെ കഴിക്കാം, ഫാമിലി ആയിട്ടൊക്കെ വന്നവർക്ക്. അല്ലാത്തവർക്ക് നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യാം, എൻജോയ് ചെയ്യാം. അപ്പോൾ മ്യൂസിക് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാമേ. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. എസ്പെഷ്യലി കുഞ്ഞു കുട്ടികളൊക്കെ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പാത്തുൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രീതിക്ക് തകർക്കുമായിരുന്നു കേട്ടോ. ഒരു മടുപ്പും ഇല്ലായിരുന്നേ. ഞാനൊക്കെ ആണെങ്കിൽ മടുത്ത് ഒരു സൈഡിലായി പോയായിരുന്നു. പക്ഷേ ഇവർക്ക് നല്ല എനർജി ആയിരുന്നു. അത് ഫുഡൊന്നും കഴിക്കാതെയാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരുന്നത്.
അങ്ങനെ പാട്ടും ഡാൻസും അതുപോലെ കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ തീർന്നപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേ കുട്ടിപ്പട്ടാളമൊക്കെ നല്ല രീതിക്ക് മടുത്തിട്ടുണ്ട്. എന്നാലും ഒരു വിടാതെ തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ തന്നെ മടിയായിരുന്നു കേട്ടോ. അവിടുന്ന് അത്രയ്ക്കും അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മടുപ്പൊന്നും ഈ സമയമൊന്നും അവർ കാണിച്ചിട്ടില്ല. അപ്പം പാത്തുക്കുട്ടനാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ലീഡർ. അവൾക്ക് എവിടെയെങ്കിലും എൻജോയ് ചെയ്യാൻ കിട്ടിയെങ്കിൽ അവൾ ആ സമയമൊന്നും കളയാറില്ല. ചിലപ്പോൾ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ അവൾക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അത് അത്തയിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നതിൻ്റെ ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇത്തവണ നമ്മൾ ബേബി ഷവറും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കും ഗ്രാൻഡ് ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തതാണല്ലോ. അപ്പം ഇത് അങ്ങനെ തന്നെ ഒരുപാട് ഗ്രാൻഡായിട്ട് ആക്കാൻ നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ബേബി ഷവറും കൂടെ വന്നതുകൊണ്ട് അപ്പോൾ 2 പ്രോഗ്രാമും കൂടെ നമുക്ക് ഒരുമിച്ച് കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ നടത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ബേബി ഷവറിൻ്റെയും ജെൻഡർ റിവീലിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.